ഇന്നിപ്പോൾ നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഫ്ലോപ്പാണ്. കാരണം കുറേ വീഡിയോസൊന്നും സേവ് ആയിട്ടില്ല. ട്രൈപോഡിൽ ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് കയ്യിലെടുത്തിട്ടാണ് കുക്കിംഗ് വീഡിയോസ് ആണെങ്കിലും പുറത്ത് പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസ് ആണെങ്കിലും കയ്യിലിങ്ങനെ പിടിച്ചിട്ടില്ല. അപ്പം ട്രൈപോഡിൽ വെക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സേവ് ചെയ്യുന്നത് ഞാൻ ഞെക്കാൻ മറന്നതാണോ എന്താ സംഭവം എന്നറിയില്ല. പിന്നെ നമ്മൾ രാവിലെ 5:40ക്കാണ് 5:42 എഴുന്നേറ്റത്. അപ്പോൾ ഹസ്ബൻഡ് 7:30ക്ക് പോയാൽ മതി. പിള്ളേർക്ക് സ്കൂളിലെ സമയത്ത് 4:25 ആ ഒരു ടൈമിൽ എഴുന്നേക്കും. കാരണം ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയോ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ എടുക്കണമല്ലോ. പിന്നെ രാവിലെ എഴുന്നേറ്റ് വശം തന്നെ ചോറാണ് ഇടാറ്. അതിൽ ഞാൻ കുറച്ച് ചെറുപയർ ഇടാറുണ്ട്. കാരണം ചെറുപയർ ഹെൽത്തിന് നല്ലതല്ലേ. പിള്ളേർക്ക് പച്ചക്കറി കഴിക്കാൻ ഭയങ്കര മടിയാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ചെറുതിൽ നമ്മുടെ പറമ്പിൽ നഴ്സറി ഉണ്ടായിരുന്നു. ആ ടൈമിൽ അവർ ഉച്ചക്കൊക്കെ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അതിൽ ചെറുപയർ ഇട്ടിട്ട് ചോറ് കൊടുക്കുന്നതാണ്. പിന്നെ കോഴിമുട്ട, അതേപോലെ വൈകിട്ടത്തേക്ക് ഗോതമ്പ് ഉപ്പുമാവ്, ഒരു മഞ്ഞ കളറിലൊരു പൊടിയുള്ള ഒരു ഉപ്പുമാവ്, അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും കാണും. നമ്മുടെ പറമ്പിൽ തന്നെയാണല്ലോ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുക ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണോ നഴ്സറിയിൽ നിന്നൊക്കെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതങ്ങനെ കണ്ടിട്ട് ഞാൻ ചെറുപയർ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാകുന്നേ ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്സിൻ്റെ ആ ഒരു സ്മൂത്തിയാണ് ഉണ്ടാക്കാറ്. ഞാൻ ഇവിടുത്തെ പാലങ്ങനെ തിളപ്പിക്കേണ്ട എന്നൊക്കെ പറയും. എന്നാലും ഞാൻ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഓട്സ് ഒന്ന് ജസ്റ്റ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഒഴിക്കും. അങ്ങനെയാണ് ചെയ്യാറ്. സാധാരണ ഓട്സ് സ്മൂത്തി ഉണ്ടാക്കുമ്പോൾ കുക്ക് ചെയ്യുന്നതൊന്നും കാണാറില്ല. എന്നാലും എൻ്റേതായിട്ടുള്ള ഒരു ചിന്തയിൽ ഞാൻ അങ്ങനെ കുക്ക് ചെയ്യും കേട്ടോ. ബൂസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചായ അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ. ഹസ്ബൻഡ് ഞായറാഴ്ച ഒഴിവുള്ള സമയത്ത് മാത്രമേ ചായ ഉണ്ടാക്കുകയുള്ളൂ. കാരണം ചായ കുടിക്കുന്നത് എനിക്കെന്തോ പൊതുവേ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡാണെങ്കിൽ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പാലിൻ്റെ ടേസ്റ്റ് ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ബൂസ്റ്റ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ പാലിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുകയില്ല. ഹസ്ബൻഡിന് ഇഷ്ടമാണ് അങ്ങനെ. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഇഷ്ടം ആൾക്ക് ചായയാണ് കേട്ടോ. പക്ഷേ ഞാൻ കൊടുക്കാറില്ല, ഹെൽത്ത് ഇഷ്യൂസ് വരണ്ടെന്ന് വിചാരിച്ചിട്ട്. എല്ലാവരും ചായ കുടിക്കാറുണ്ട്. എന്നാലും പിന്നെ ഞാൻ നന്നായി ഉറക്കപ്പാട്ട് വെച്ചിട്ട് കുക്ക് ചെയ്യും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ചീരപ്പേരി ഉണ്ടാക്കി, ബ്രെഡ് പൊരിച്ച്, അതൊന്നും സേവ് ആയില്ല കേട്ടോ. പിന്നെ മീൻ പൊരിക്കാനിടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സാധാരണ ഷോർട്സാണ് എടുക്കാറ്. അത് ആ വീഡിയോസ് എടുക്കുമ്പോൾ കറക്റ്റ് കയ്യിൽ പിടിച്ചെടുക്കുന്ന കാരണം കൊണ്ട് എല്ലാം കിട്ടാറുണ്ട്, ചെറിയ ചെറിയ കട്ട്സായിട്ട്. പക്ഷേ ഇതിപ്പം ഒന്നും കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനും. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഓട്സിൻ്റെ സ്മൂത്തി അടിച്ച് ചായ എടുത്ത് ഹസ്ബൻഡ് ചായ രണ്ടാമത് ചൂടാക്കേണ്ടി വന്നു. കാരണം ആൾ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും ലേറ്റായി. ചായ ചൂടാക്കി. പിന്നെ ആ ഒരു ഓട്സിൻ്റെ സ്മൂത്തി രാവിലെ മക്കളെ വിളിച്ചിട്ട് അത് കൊടുത്തിട്ടാണ് കിടക്കുക. പിന്നെ ഞാൻ ബ്രെഡ് പൊരിച്ചിട്ടുണ്ടായിരുന്നു. അതും വീഡിയോ കിട്ടിയിട്ടില്ല. കാര്യമൊന്നുമില്ല വീഡിയോ, കാരണം എന്നാലും നമ്മുടെ നേരം പോകാനായിട്ട് ഞാൻ ഇനിയിപ്പം എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് നീ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുക എന്നുള്ളത്. കാരണം ഞാൻ കുറേ ആയി വീഡിയോസ് ഇടണം, 2 വർഷത്തോളമായി. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ദുബായ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ്, മാഷാ അല്ലാ. എന്നാലും നമ്മൾ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തുള്ള. എന്നാലും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടല്ലേ. അപ്പോൾ ഞാൻ എന്താക്കും, അങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് പിന്നെ അവളെൻ്റെ അടുത്ത് പറയുകയും ചെയ്ത് തുടങ്ങി നോക്ക്, എന്താണെന്നറിയാലോ. എനിക്കറിയാം ഒരിക്കലും സക്സസ് ആവില്ല എന്നറിയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഭയങ്കര ഇതായിട്ട് എടുക്കുന്നൊന്നുമില്ല. പിന്നെ എനിക്ക് ഈ മൈഗ്രെയിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഭയങ്കര ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഞാനതങ്ങനെ പിന്നെ നമ്മൾ ഹസ്ബൻഡിൽ ലഞ്ച് ബോക്സ് ആക്കുമായിരുന്നു കേട്ടോ. അതും ഞാൻ ഷോർട്സാണ് ഡെയിലി അപ്ലോഡ് ആക്കാറ്. ഡെയിലി ഒന്നും എടുക്കാറില്ല, കാരണം എല്ലാവർക്കും ബോറടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട്. ആദ്യമൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിരുന്നു കേട്ടോ. ഒരു 8K 6K 5K അങ്ങനെയൊക്കെ വന്നിരുന്നു. പിന്നെ ഇപ്പം അങ്ങനെ ഒരുപാട് പോകുന്നില്ലാത്ത പോലെ തോന്നാറുണ്ട്. പിന്നെ ഞാൻ ഉപ്പേരി ആക്കി കൊടുത്തു. ഈ ഉപ്പേരി ഒന്നും വീഡിയോ എടുത്തത് ഒട്ടും കിട്ടില്ല. രാവിലെ ചീരയാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുക കേട്ടോ. അധികം വെളിച്ചെണ്ണ ഒഴിക്കാതെ ഹെൽത്തി ആണല്ലോ എന്ന് ചിന്തിച്ചിട്ട്. പിന്നെ ഹസ്ബൻഡാണെങ്കിൽ മത്തി ഫ്രൈ ചെയ്ത് കഴിക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ആൾക്ക് ഈ ബെൽറ്റ് ഫിഷ് എന്ന് പറഞ്ഞൊരു ഫിഷില്ലേ, നാട്ടിലെന്താ തളയെന്നെങ്ങാണ്ടാ തോന്നുന്നു പറയുക, ആ ഒരു മീൻ ഹസ്ബൻഡിന് വെച്ച് കൊടുത്ത്. പിന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് വെച്ച് കൊടുക്കാറ്. ആൾ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാണ്. ആൾക്ക് ഇഷ്ടമായാൽ മാത്രമേ കഴിക്കുകയുള്ളൂ. ഇന്നിപ്പോൾ ഞാൻ കറിയൊന്നും ഉണ്ടാക്കിയില്ല. കാരണം ഈ ഒരു ട്രൈപോഡും സെറ്റ് ചെയ്യാൻ തന്നെ ഞാൻ കുറേ നേരം നിന്നു. കാരണം പിന്നെ ഫോണ് ഫുൾ സ്റ്റോറേജ് ലോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പോൾ പിന്നെ ഞാൻ അത് പോസ് ചെയ്ത് വീണ്ടും എടുത്ത് കുറേ വീഡിയോസ് കിട്ടിയില്ല. പിന്നെ ഹാങ് ആയിട്ടും എന്തൊക്കെയോ പ്രശ്നമായിട്ട് കിട്ടില്ല. ഞാൻ ആലോചിച്ച് കയ്യിൽ തന്നെ പിടിച്ചെടുക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് ആലോചിച്ച്. പിന്നെ എടുത്തു പോയതല്ലേ. അപ്പോൾ അപ്ലോഡ് ആക്കാതിരുന്ന ഇത്രയും എഫേർട്ട് എടുത്ത് രാവിലെ തന്നെ. അപ്പോൾ ഞാൻ ആലോചിച്ചത് എന്തോ ഓരോ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കുക്കിംഗ് വീഡിയോസ്, ഓരോ ആൾക്കാർ കുക്കിംഗ് വീഡിയോസ് എനിക്ക് അങ്ങനെ എഫേർട്ട് എടുക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല. കാരണം ഞാൻ കയ്യിൽ തന്നെ പിടിച്ചിട്ട് അങ്ങനെ എടുക്കുന്ന. എന്നാലും വല്ലതൊക്കെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് രാവിലത്തെ മോർണിംഗ് റൊട്ടീനും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇൻഷാ അല്ലാ നല്ല വീഡിയോസായിട്ട് വരേണ്ട. വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.
എന്താ പറയുക, ഒരുപാട് നല്ല വീഡിയോ ഒന്നുമല്ല, ക്വാളിറ്റി കുറവായിരിക്കും. ട്രൈപോഡും ആദ്യമായിട്ട് എടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ.